ലോക്മന്ഥൻ 2024 ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർവഹിക്കും. ഹൈദരാബാദിൽ ശില്പകലാവേദിയിൽ നടക്കുന്ന ചടങ്ങിൽ 2500-ലധികം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. സാംസ്കാരിക ചർച്ചകളും തനത് കലാരൂപങ്ങളുമായി ലോക്മന്ഥന്റെ ഉത്സവ ലഹരിയിലാണ് തെലങ്കാനയിലെ ഭാഗ്യനഗറിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ലോക്മന്ഥന്റെ 4ാം പതിപ്പാണ് ഇപ്പോൾ തെലങ്കാനയിലെ ഭാഗ്യനഗറിൽ നടക്കുന്നത്. ഔദ്യോഗിക ഉദ്ഘാടനം അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർവഹിക്കും. ജിഷ്ണു കൃഷ്ണനുണ്ട്. ജിഷ്ണു, ഭാരതത്തിൻ്റെ സ്വത്വം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ലോക്മന്ഥൻ പരിപാടി നടക്കുന്നത്. ഇത് 4ാമത്തെ എഡിഷനാണ്. അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. എന്താണ് വിവരം? രജനി സൂചിപ്പിച്ചതുപോലെ ലോക്മന്ഥന്റെ 4ാമത്തെ എഡിഷന് ലോക്മന്ഥൻ 2024 ഔദ്യോഗികമായി അല്പസമയത്തിനകം തന്നെ തുടക്കമാകും. ലോക്മന്ഥൻ 2024 ഉദ്ഘാടന സഭയ്ക്ക് എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ വേദിയിലേക്ക് എത്തും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വേദിയിലാണ് ലോക്മന്ഥൻ 4ാം എഡിഷന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. അതിൽ രാജ്യത്തിൻ്റെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം നിർവഹിക്കും. ഒപ്പം നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ ഉദ്ഘാടന സഭയുടെ ഭാഗമാകും. ലോക്മന്ഥനിൽ ഈ പങ്കെടുക്കുന്ന അതിഥികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ തന്നെ രാജ്യത്തിൻ്റെ രാഷ്ട്രപതി മുതൽ ഉപരാഷ്ട്രപതിയും ധനമന്ത്രിയും വിവിധ രാഷ്ട്രീയ നേതാക്കൾ, RSSന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് ഉൾപ്പെടെയുള്ള നിരവധി വിശിഷ്ട വ്യക്തികൾ ഈ ലോക്മന്ഥന്റെ വിവിധ സഭകളിൽ, ഉദ്ഘാടന സഭ മുതൽ സമാപന സമ്മേളനം വരെയുള്ള വിവിധ സഭകളിൽ ഇത്തരത്തിൽ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ വിവിധ മേഖലകളിൽ പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സാംസ്കാരിക ചർച്ചകൾ, അതും ലോക്മന്ഥന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത തന്നെയാണ്. ഇന്നത്തെ ഉദ്ഘാടന സഭയിൽ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിലായി 2500-ലധികം പ്രതിനിധികളാണ് ഈ ഉദ്ഘാടന സഭയിൽ മാത്രം പങ്കെടുക്കുന്നത്. ഹൈദരാബാദിൽ ഭാഗ്യനഗറിൽ ആണ് പരിപാടി നടക്കുന്നത്. ഈ ഒരു ഹാളിൽ 2500-ലധികം ആളുകൾ ഉദ്ഘാടന സഭയിൽ മാത്രം പങ്കെടുക്കും. കൂടാതെ ലോക്മന്ഥന്റെ ഭാഗമായി പ്രത്യേകം ഒരുക്കിയിട്ടുള്ള പ്രദർശനി, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള ആളുകൾ, സംഘടനകൾ അവരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക പ്രദർശനി ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. ആ പ്രദർശനി കാണുന്നതിന് മാത്രം ദിവസേന 1 ലക്ഷത്തോളം ആളുകൾ വന്നു പോകും എന്നുള്ളതാണ് പ്രജ്ഞാപ്രവാഹിന്റെ കണക്കുകൂട്ടൽ. അത്തരത്തിലൊരു വലിയ ഉത്സവത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് ഭാഗ്യനഗർ ഇന്നലെ മുതൽ തന്നെ കടന്നു. പ്രദർശനിയുടെ ഉദ്ഘാടനം മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു നടത്തിയിരുന്നു. ഇന്നിപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വേദിയിലേക്ക് എത്തുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വെങ്കയ്യ നായിഡു ഉൾപ്പെടെ ഈ വേദിയിലെത്തുന്നവരെല്ലാം തന്നെ സംസാരിക്കുന്നത് ഭാരതത്തിൻ്റെ തനത് സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ച്, നമ്മുടെ രാജ്യം എന്താണോ ലോകത്തിന് മുൻപിലേക്ക് വെക്കുന്ന സന്ദേശം എന്നുള്ളത് വളരെ വ്യക്തമാക്കിക്കൊണ്ടും ആ ഒരു സാംസ്കാരിക പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാകണം ഏത് തരത്തിലുമുള്ള വിജയം നേടേണ്ടത് എന്നുള്ള പ്രതികരണമാണ്, വാക്കുകളാണ് ഈ വേദിയിലെത്തുന്ന ഓരോരുത്തർക്കും നൽകാനുള്ളത്. ഒപ്പം വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ, അവയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് സാധാരണ രീതിയിൽ സ്റ്റേജുകളിൽ കാണാൻ സാധിക്കാത്ത, വിവിധ പരിപാടികളിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള രാജ്യത്ത് മുൻപ് നിലനിന്നിരുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായി, രാജ്യത്തിൻ്റെ സാംസ്കാരിക ഭാഗമായി അല്ലെങ്കിൽ വിവിധ ഉത്സവങ്ങളുടെ ഭാഗമായി അരങ്ങേറിയിരുന്ന കലാപരിപാടികൾ കോച്ച സമൂഹത്തിന് ഇടയിൽ, വനവാസി സമൂഹത്തിനിടയിലും അല്ലാതെയും എല്ലാം നിലനിന്നിരുന്ന, എന്നാൽ രാജ്യത്ത് വിവിധ തരത്തിലുള്ള അധിനിവേശത്തെ തുടർന്ന് അപ്രസക്തമായി പോയ കലാരൂപങ്ങൾ വീണ്ടും വേദിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ലോക്മന്ഥന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അത്തരത്തിൽ വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ അരങ്ങേറുന്നു. അത് ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചു. ഇനിയുള്ള 3 ദിവസം 24-ാം തീയതി വൈകിട്ട് വരെയാണ് ലോക്മന്ഥൻ ഭാഗ്യനഗറിൽ അരങ്ങേറുന്നത്. അതിൽ കൃത്യമായ ഇടവേളകളിൽ ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ, ഒപ്പം വിവിധ ചർച്ചകൾ, അവയെല്ലാമാണ് ലോക്മന്ഥനെ സമ്പന്നമാക്കുന്നത്. ഇത്രയും നമ്മൾ എടുത്തു പറയുമ്പോൾ തന്നെ എത്രത്തോളം ഉണ്ട് ലോക്മന്ഥന്റെ പ്രസക്തി എന്നുള്ളത് ഈ ഒരു പരിപാടിയിൽ പങ്കുവെച്ചേരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2016
2016 ആദ്യമായി ഭോപ്പാലിൽ, മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാലിലായിരുന്നു ലോക്മന്ഥന് പ്രജ്ഞാപ്രവാഹ് തുടക്കം കുറിച്ചത്. അവിടെ ആദ്യ ലോക്മന്ഥൻ പിന്നീട് റാഞ്ചിയിലും അതിനുശേഷം ഗുവാഹത്തിയിലും കഴിഞ്ഞ് 4ാമത്തെ എഡിഷൻ ഹൈദരാബാദിലേക്ക് എത്തുമ്പോഴേക്കും രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക വൈചാരിക മേളയായി ലോക്മന്ഥൻ മാറുകയാണ്. ആ ലോക്മന്ഥന്റെ ഉദ്ഘാടന സഭയ്ക്ക് അല്പസമയത്തിനകം തുടക്കമാകും. ആ ഉദ്ഘാടന സഭ നടക്കുന്ന ആ വേദിയുടെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു അല്പസമയത്തിനകം തന്നെ ലോക്മന്ഥന്റെ ഉദ്ഘാടനം നിർവഹിക്കും. രജനി, ഭാരതത്തിന്റെ സ്വത്വം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ലോക്മന്ഥൻ തെലങ്കാനയിലെ ഭാഗ്യനഗറിൽ പുരോഗമിക്കുകയാണ്. ഔദ്യോഗിക ഉദ്ഘാടനം അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർവഹിക്കും. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.